ഓക്കെ അപ്പോൾ എന്നെ നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കുന്നു. എൻ്റെ പേരാണ് കൈസർ. എന്നെ വാങ്ങുന്നത് വീട് നമ്മുടെ എണ്ണം ഇട്ടിരുന്നു, ഓക്കെ. ഞാൻ ബോറൊക്കെ ചുറ്റി കറങ്ങി നിൽക്കാൻ എനിക്ക് ഭയങ്കര ബോറടിക്കുന്നുണ്ട് വീട്ടിലൊക്കെ. അമ്മയാണെങ്കിൽ കിടന്നുറങ്ങാൻ വിളിച്ചിറങ്ങിയിരിക്കുന്നില്ല. അന്നുണ്ടായി ഞാൻ ഒറ്റയ്ക്ക് കറങ്ങി. എന്നാലും അത് ബോറടിക്കുന്നു. പിന്നെ നമ്മുടെ ചുറ്റുമക്കളെ അത്ര വണ്ടി ആക്കുന്നുണ്ട്. അത് ഏതാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അണ്ണൻ്റെ ഒക്കെ ഒരു വണ്ടി ആക്സിഡൻ്റ് ആയിരുന്നു. ആ ശരിപോലെ കണ്ടിട്ട് എൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ വീടിൻ്റെ ചുറ്റും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറെ വരുന്നത് എനിക്ക് തോന്നിയത് കിട്ടുന്നില്ല. എൻ്റെ വെറുതെ ഒരു സുഖം. എനിക്കങ്ങനെ കൂടൊക്കെ ഏർപ്പാടാക്കുന്നു പറഞ്ഞു ഇതുവരെ ഞാൻ ഏർപ്പാടാക്കിയിട്ടില്ല. അതൊക്കെ പിന്നെ ഏർപ്പാടാക്കിക്കോളും. ഓക്കെ, ഒരു മിനിറ്റ്. സംഭവം ഞാൻ വന്നപ്പോഴില്ലായിരുന്നല്ലോ. ഇതൊരു കൂടാണല്ലോ. എൻ്റെ കൂടല്ലേട്ടാ. ഇപ്പം വാതിൽ പോലുണ്ട് സീറൊക്കെ കണ്ടിട്ട്. ജസ്റ്റ് ഒരു വാതിലാണ് തോന്നുന്നത്. പക്ഷെ ഞാൻ വന്നപ്പോൾ ഇവിടെ ഇല്ലായിരുന്നു. ഓക്കെ, എൻ്റെ വാതിൽ നമുക്ക് വേഗം വിളിച്ചിട്ട് അണ്ണേ 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 അവിടെ അണ്ണ നീക്കണ്ണേ, എമർജൻസി നീക്ക്. ഓ, ഇത് ഇവൻ രാവിലെ തന്നെ തുടങ്ങി, ഉറങ്ങാനും സമ്മതിക്കൂല. എന്താടാ കൈസറേ, കാര്യം എന്താണ്? വാതില് എത്രയും കണ്ട് താമസിച്ചിട്ട് അവിടെ ഒരു വാതിലും കണ്ടിട്ടില്ല. ആണോ, എന്നാ വായോ. കൈസവൻ കാണിച്ചതായിട്ട് ഇങ്ങനെ ഓടിപ്പോയി. എടാ നിക്കട, ഞാനുണ്ട് ഇതേ നിൽക്കുന്നത് ഇവിടെ. എന്തിനെന്താ കേസ് പറഞ്ഞതുപോലത്തെ ഒരു വാതിലാണല്ലോ. ആണ് കേസ് വാതിൽ തന്നെ. കേസ് ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എന്തായാലും അകത്തൊക്കെ കോൺക്രീറ്റ് ഒട്ടിക്കാണ്, അവിടെയൊക്കെ സീരിയിരിക്കുകയാണ്. പക്ഷെ ഇതെങ്ങനെയാണ്? പക്ഷെ ഡോറ് അപ്പം അകത്തോട്ടല്ല ഈ പോകുന്നത്, വേറെ അങ്ങോട്ടൊക്കെ സീക്രട്ട് ബേസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ആടാ, നീ പറഞ്ഞത് ശരിയാണ്. ഇവിടെ ഒരു ഡോറുണ്ട് അങ്ങനെ. അടിപൊളി. എന്തായാലും ഞാൻ എന്താ അറിഞ്ഞില്ല. ഞാൻ ഇതിൽ പൊളിക്കണം. എൻ്റെ അടുത്ത് തന്നെ വെപ്പൺസൊക്കെ ഉണ്ട് കേട്ടാ. ഞാനിപ്പോൾ ആദ്യം ഒരു AK എടുത്ത് പൊട്ടിക്കാൻ പോകണം. പെട്ടെന്നോ ഞാൻ പൊട്ടിക്കുന്നുണ്ട്. പൊട്ടിക്കേ. ഓക്കെ, ഞാൻ വെടിച്ചോണ്ടിരിക്കുക. ഡോറ് പൊട്ടണില്ല ഗൈസ്. ഞാൻ വെടിക്കുന്നുണ്ട്. നല്ല പവർ നല്ല ഓട്ടയാവുന്നുണ്ട് ഗൈസ് അവിടേക്ക്. അതെ, പക്ഷേ ഡോറ് തുറക്കുന്നില്ല ഗൈസ്. അതെന്താണ്? നല്ല വെടിക്കട്ടെ. ഫുൾ പവർ. ഇനി ഇവിടെ വെടിച്ചോക്കണം. ഇങ്ങനെയാണ് തുറക്കുക. ഇവിടെ ഇനി ഫുൾ പവറിൽ വെടിക്കുന്നുണ്ട് ഗൈസ്. തുറന്നില്ല ഗൈസ്. എന്നിട്ടും തുറന്നില്ല ഗൈസ്. പേടിക്കണ്ട. ഇതിൻ്റെ അടുത്ത് ആർപ്പിക്കണ്ടടാ. കൈസറെ മാറുന്നോ, ഞാൻ പൊട്ടിക്കാൻ പോവാ. ഓക്കെ, 1 2 3 കുറേ വിടാം. എൻ്റെ അടുത്ത് തന്നെ കുറേ ഉണ്ട് മിസൈല്. പോട്ടെ, അടുത്തത് പോട്ടെ. ഇത് പൊട്ടണില്ലല്ലോ. ഇപ്പോൾ ഞാൻ കുറേ മിസൈൽ ഇട്ടിട്ടാ. ഇതുവരെ ഇത് പൊട്ടിയിട്ടില്ല. നമുക്ക് ഇനി സ്റ്റിക്ക് പോകുമ്പോൾ എറിയാം കേസ്. ഇപ്പം എന്തായാലും പൊട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. കുറേ എറിയാം കേസ്. ഇനി ഡോർ തുറക്കണം കേസ്. അതിനകത്ത് എന്താണെന്ന് എനിക്ക് അറിയണമെന്നുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് കൂട്ടിയാൻ കയറിയാണ് കേസ്. ഇവിടെ ഇട്ടാണ് ലോക്ക് ചെയ്യുന്ന സ്ഥലം. അത് ഇവിടെ ചെറിയ ഡൗട്ടുണ്ട്. 2 സൈഡ് നമുക്ക് നല്ല നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഡോറ് ഫുൾ എറിയാം കേസ്. ഡോറൊക്കെ പൊട്ടുകയാണെങ്കിൽ പൊട്ടട്ടെ. അല്ലേ, ഇതിൻ്റെ അകത്ത് എന്താ നമുക്ക് കാണാമല്ലോ. എൻ്റെ അടുത്ത് തന്നെ കുറേ സ്റ്റിക്ക് പോകുമ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടെ വാരി എറിയാണ്. ഞാൻ ഇത്രയും മതിയാവും. എനിക്ക് പൊട്ടുന്ന തോന്നുന്നില്ല ഗൈസ്. RPG ഇട്ടിട്ടൊന്നും പൊട്ടില്ല. ഞാൻ ആക്ടിവേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാൻ ആക്ടിവേറ്റ് ചെയ്തിട്ട് മാറൊക്കെ തെറിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. അത് തുറന്നില്ല. ഇതിൻ്റെ ഒരു വേറെ ഐഡിയ ഉണ്ട്. ഞാനൊരു ഐഡിയ ഞങ്ങൾ പ്രയോഗിക്കാൻ പോവാണ്. ഞാൻ ഇവിടെ നിറച്ച് സ്റ്റിക്കി പോകുമ്പോഴോട്ടാ. ഓക്കെ, ഇവിടെ നിറച്ച് ഞാൻ കാണിച്ചൊരു ഐഡിയ എന്താ വെച്ചാൽ അവിടെ നിറച്ച് സ്റ്റിക്കി പോകുമല്ലോ. ഓക്കെ, നിറച്ചിട്ടുണ്ട്. ഇവിടെ മുഴുവൻ നിറയുകയാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, ഇത്രയൊക്കെ മതിയാവും ഗൈസ്. പവർ കൂടണം. അപ്പോൾ കുറച്ചുകൂടി ഇടാം, എന്നാലും മതിയായിട്ടില്ല എപ്പോഴും. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇത്രയൊക്കെ മതിയാവും ഗൈസ്. ഇനി RPG എടുക്കാം, എന്നിട്ട് പൊട്ടില്ല. നല്ല പവർ ഉണ്ടാവും ഗൈസ്. എന്തായാലും ഇത് തുറക്കും ഗൈസ്. ഞാൻ കുറച്ച് പിന്നിലോട്ട് വിട്ടേക്കാണ് കൈസറേ. കുറച്ച് വിട്ടുന്നിട്ടാ ഞാൻ. ഓക്കെ, ഉണ്ട് പൊട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ സീക്രട്ട് ഡോറൊക്കെ പൊളിച്ച് കൈസർ ആദ്യം കയറി നോക്കി. എന്താണ് സംഭവം? എന്താ എൻ്റെ ഗീസ്, ഇതൊക്കെ കുറേ സൂപ്പർ കാർസ്. അവിടെ സൂപ്പർ ബൈക്കുകളുണ്ട് തന്നെ. ഗീസ്, ഇത് ഗോൾഡ് കളറാണല്ലോ. റിയൽ ഗോൾഡാണോ ഗീസ്? ഇത് റിയൽ ഗോൾഡാണ് ഗീസ്.
എൻ്റെ അപ്പോൾ ഇതൊക്കെ വിറ്റ് നല്ല പൈസ തരും. പക്ഷെ ഇങ്ങനെ സംഭവം എൻ്റെ വീടിൻ്റെ ഒളിച്ചിരിക്കണം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം എൻ്റെ വീടിൻ്റെ ഒളിച്ചിരിക്കണം ഞാൻ ഇപ്പോഴാട്ടോ കാണുന്നത്. എൻ്റെ മോനെ ലംബോർഗിനി സൂപ്പറ ഫെറാറി GTR ടാർസൻ കാർ നമ്മളെ പ്രസിഡൻറ്റിൻ്റെ വണ്ടി അടിച്ച് മാറ്റിയില്ലേ അപ്പം ഉണ്ടായിരുന്ന ആ പ്രസിഡൻറ്റിൻ്റെ വണ്ടി പോലെ ഉണ്ട്. ഞാൻ ഗോൾഡൻ ബുഗാട്ടി ഗോയൻസഗ് മസ്താങ്ക് എന്നോട് കുറച്ച് ബൈക്കുകളുണ്ട് കേട്ടോ. ഇതേതാ വണ്ടി ഇങ്ങനെ വാങ്ങിട്ട് നമ്മളെ ഇത് ജെറക്സ്റ്റിനർ പോലെ ഉണ്ട്. എൻ്റെ ഇത് ഹയാബുസയാണ്. ആ എക്സോസ്റ്റർ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാനിത് നമ്മുടെ കണ്ടിട്ട് യമഹയുടെ ചിഹ്നമൊക്കെ ഉണ്ട് കേട്ടോ. യമഹ ഏതോ വണ്ടിയാണ് ഗീസ് യമഹയുടെ. ഓക്കെ ഗീസ് ഇതൊക്കെ റിയൽ ഗോൾഡാണ് ഗീസ്. ശരിക്കും ഞാനിത് ഇപ്പോഴാട്ടോ കാണി ഞാൻ ഞെട്ടിപ്പോയി ഗീസ്. ഓക്കെ നമുക്ക് ഇതിലൊരു ബൈക്ക് എടുത്ത് നമ്മൾ ഓടിച്ച് നോക്കിയാലോ. അത് വെറും ഡമ്മിയാണ് നോക്കട്ടെ. ഗീസ് ഇത് റിയൽ വണ്ടിയാണ്. ഓ ഗീസ് അടിപൊളി നൈസ് ഫുൾ ടാങ്ക് ഫ്യൂലും ഉണ്ട്. എൻ്റെ മോനെ ഗൈസ് ഇങ്ങനെയൊരു സംഭവം ഉള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയണത്. എൻ്റെ ഇവിടെ ഒന്നും വണ്ടിയിലില്ലല്ലോ. ഇവിടെയൊക്കെ കലി തോന്നുന്നു. എനിക്കൊന്നും ഇത്ര വണ്ടികൾ അവിടെ വെച്ചിട്ടുള്ളൂ. എന്നാൽ ഇത്രയും സൂപ്പർ കാർസ് അതൊക്കെ ഇതിനൊക്കെ നല്ല വിലയാണ് ഗൈസ്. സൂപ്പറേം GTR ലംബോർഗിനൊക്കെ ഉണ്ട് നല്ല വില ഗൈസ്. കൈസറാണെങ്കിൽ ഇതൊക്കെ ഞെട്ടി നിൽക്കട്ടെ. ഞെട്ടി ഓക്കെ എന്നാടാ നിനക്ക് എന്താ കയറണ ഏത് ആ GTRലാ? നാളെ ഞാൻ ഹെൽമെറ്റ് എടുത്ത് വെച്ചതായിരുന്നു. കുഴപ്പമില്ല നമുക്ക് ആ GTRൽ പോവാം. നിൻ്റെ ആഗ്രഹമല്ലേ ഞാൻ സാധിച്ചു തരടാ. വാടാ നമുക്ക് ആ ഗോൾഡൻ GTRലങ്ങ് പോവാം. ഞാൻ എന്നിട്ട് വരട്ടെ ഗൈസ്. അങ്ങനെ ഞാനാണെങ്കിൽ നമ്മളെ കൈസറിൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ ആ ഗോൾഡൻ GTR എടുത്ത് പുറത്തേക്ക് ഇറക്കി ഗൈസ്. എങ്ങനെ ഇറക്കി അവിടെ കുത്തിപ്പൊളിച്ച് ഇതാക്കേണ്ടി വന്നു. ഒന്നും കുഴപ്പമില്ല. ഒക്കെ നമുക്ക് തിരിച്ച് പിന്നെയും പണിയാം ഗൈസ്. ഞാനൊരു ചെറിയ ഡോർ ഇടുന്നാലും അതിൻ്റെ അകത്ത് എങ്ങനെ കയറ്റി എനിക്ക് മനസ്സിലായില്ല. അതിപ്പോൾ എന്തായാലും എന്താ ഇതൊക്കെ വിറ്റ് ചെയ്യാനുള്ള പൈസ കിട്ടും. അതല്ലെങ്കിൽ ഇത് നമ്മളെ പേഴ്സണലായിട്ട് നമ്മൾ തന്നെ ഓടിച്ച് നടക്കുന്ന കാറാക്കണോ അത് വിൽക്കണമെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. എന്തായാലും 1-2 വിൽക്കണം അത് ഉറപ്പാണ് എനിക്ക്. ഓക്കെ അപ്പോൾ ഏതൊക്കെ വിൽക്കണം ഏതൊക്കെ നമ്മൾ തന്നെ സൂക്ഷിക്കണം എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ഓക്കെ നമ്മളെ കൈസർ ഒരാഗ്രഹം കൂടി പറഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും. ഓക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതെൻ്റെ ആഗ്രഹം. ഓക്കെ അങ്ങനെ വീഡിയോ ലൈക്ക് ചെയ്യാൻ തരണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റേ കിടിലം വീഡിയോ വരുന്നവരെല്ലാം മറ്റന്മാർക്കും പോയി അമ്മച്ചിയെ